രാവിലെ തന്നെ നല്ല മഴ കേട്ടോ. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മഴ. അത് കഴിഞ്ഞപ്പോൾ അങ്ങ് നിന്ന്. പിന്നെ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞന്മാരെ ഇന്ന് കരോട്ടയിൽ ശനിയാഴ്ചയാണ്. രാവിലെ കരോട്ടയ്ക്ക് കൊണ്ടാക്കിയിട്ടുള്ള ഒരു മഴയും കാര്യങ്ങളൊക്കെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മളുടെ ഈ വീഡിയോ എടുക്കുന്ന നേരത്ത് സത്യം പറയാമല്ലോ നല്ല വിഷമമുണ്ട് കേട്ടോ. ഞാൻ രാവിലെ എടുത്തത് തന്നെ ഈ കോഴിയുടെ അമ്മയുടെ കോഴി വളർത്തൽ എന്നല്ലേ. വൈകുന്നേരം ആയപ്പോഴേക്ക് ഈ തള്ളക്കോഴിയുടെ നായ പിടിച്ചു കൊണ്ടുപോയിട്ടാ. നമ്മുടെ വീട്ടിൽ ഈ ആഴ്ചയിൽ 3ാമത്തെ കോഴീനെ കേട്ടാ. ഞാൻ പറയാറില്ലേ, എൻ്റെ അമ്മ വളർത്തുന്നത് ഫാം പോലെ വളർത്തും. ഈ പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ, പൂച്ചയല്ല എന്തെങ്കിലുമൊക്കെ ജന്തുക്കളൊന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് പക്ഷേ ഭയങ്കര സങ്കടമായിട്ടാണ്, കാരണം കുഞ്ഞു മക്കളുള്ളതല്ലേ. അപ്പോൾ ഞാൻ എന്താ പറയുക, നേരത്തെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അമ്മയുടെ എല്ലാം അടുത്ത് ഉണ്ണി. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് നായെ പിടിച്ചുകൊണ്ട് പോയതാട്ടാ. അപ്പോൾ അമ്മയ്ക്കൊന്നും ഓടാനോ ഒന്നും പറ്റിയില്ല. ഉണ്ണിയുള്ള കാരണം കയ്യിൽ അച്ഛനുണ്ടായിരുന്നില്ല, പുറത്ത് പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലെ കോഴികളുടെ ഇതൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളെ കുഞ്ഞന്മാർ കരോട്ടയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നേ, എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ടേ എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതലേ നമ്മളെ വീട്ടിൽ കോഴി, ആട് അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടാവണ്ട. അപ്പോൾ എൻ്റെ അമ്മ എന്താ പറയുക, നമ്മൾ ചോറുണ്ണാത്ത ഇവരൊക്കെ ഒരു പ്രായത്തിലിട്ടാ എനിക്ക് എൻ്റെ കയ്യിലെടുത്തത് നമ്മൾ വാശി പിടിക്കുമല്ലോ. ഞാൻ ഒറ്റ മോളാ, കാരണം എന്തോ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അച്ഛനമ്മി സാധിപ്പിച്ച് തരുന്നറിയില്ലേ. വല്ലാണ്ട് വലിയ വലിയ ആഗ്രഹങ്ങളോ ഇപ്പോൾ ഈ പറയുന്നത് കേട്ട് ഞാൻ തോന്നുന്നു വലിയ കാര്യമുള്ളൂ എന്നൊന്നും അങ്ങനത്തെ അല്ല കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്നത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കോഴിക്കുട്ടീനൊക്കെ എടുത്ത് അങ്ങോട്ട് തരും അമ്മ. നമ്മൾ ചോറുണ്ണാണ്ടൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും ഉണ്ടാവും കോഴിക്കുട്ടി അല്ലെങ്കിൽ ആടുംകുട്ടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവണ്ട. അപ്പം ഞാൻ ചോദിക്കാം, എൻ്റെ പിള്ളേർക്ക് ഞാനിപ്പോൾ ചോറുണ്ണാൻ വേണ്ടി കൊടുക്കുന്നത് ചോറല്ല, എന്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് മൊബൈൽ കൊടുക്കണം. അന്നത്തെ നമ്മളുടെയൊക്കെ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ കാര്യങ്ങളൊന്നും ഇല്ല. അതിന് വേറെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൈ തന്നാൽ പിന്നെ അതിൽ ശ്രദ്ധയാവുമല്ലോ. അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന് വേറെ എന്തൊക്കെയോ ആയിപ്പോയില്ലേ. പിന്നെ എന്ത് പെട്ടെന്നാലേ ഈ കുളിക്കുട്ടി ഇത്രയും വലുതായി, നല്ല വലുപ്പമായിട്ടാണ് പെട്ടെന്ന് തന്നെ ആയി എന്നറിയില്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞൻസ് പറയുമ്പോൾ എടുത്തരാൻ ഭാഗ്യത്തിന് എനിക്ക് കൂടെ തുറക്കാൻ അറിയുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഏത് നേരം അതിന് എടുത്തേനെ. അപ്പോൾ ഇടയ്ക്കൊന്ന് പറയും എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാട്ടോ. അവർക്ക് ചെറിയ ചെറിയ സന്തോഷമില്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിന് അകത്തിട്ട് വളർത്തണമെന്ന് വിചാരിച്ചിട്ടാ. എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഇണങ്ങിയിട്ട് ഞാൻ ഇതുവരെ ആരുടെ കയ്യിലും കണ്ടിട്ടില്ല. എന്നാലും നമ്മളെ കൈ കിട്ടിയതല്ലേ, അപ്പോൾ നമ്മൾ വീട്ടിലിട്ട്. പക്ഷേ അതിനുള്ളൊരു എന്താ പറയുക, പുറത്തേക്ക് അകത്തേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കുക്കും എന്തൊക്കെ പറിച്ചതിൻ്റെ മക്കളെടുക്കും. അത്ര കുറുപ്പന്മാരാട്ടോ. ഒരു 2 ദിവസം മുന്നേ, 2-3 ദിവസം മുന്നേ ഉണ്ടായ സംഭവം കേട്ടോ. ഞാൻ ഇവർക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം 2ആളും കമിഴ്ന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ആ സോഫയിൽ. അപ്പം ഞാൻ ചോദിച്ചു എന്താ സംഭവം, മൊബൈൽ അങ്ങനെ എടുത്തിട്ടുണ്ടാവുമെന്ന് വെച്ചു. കാരണം എന്നെ പേടിച്ചിട്ട് അങ്ങനെ കമിഴ്ന്ന് എടുക്കാം. അപ്പം ഞാൻ കുറച്ച് നേരം കാണാത്ത പോലെ പോയി മൊബൈൽ ലോക്ക് ചെയ്തിടാം എൻ്റെ. പക്ഷെ എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അവരെ കുത്തി പിടിച്ചിരിക്കണം കാണാം. അപ്പോൾ കുറച്ച് നേരം കിടന്നോട്ടെ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഇപ്പോൾ തിരിച്ചു വരുമ്പോഴത്തെ ഒരുത്തം പറയണ്ട അമ്മ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് സംശയം എന്തോ അവർ ഒപ്പിക്കുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ഒപ്പിക്കുമ്പോഴാണ് ഇതൊക്കെ ഒപ്പിക്കുന്ന നേരത്തെ കേട്ടോ. ചേട്ടനും ഭയങ്കര അടുപ്പായിരിക്കും. അപ്പം ഞാൻ ചെന്ന് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഇവർ 2ആളും കമ്മഴിന്ന് കിടക്കുക കേട്ടോ. കയ്യിലുണ്ട് ഒരു പല്ലീനെ പിടിച്ചിട്ടിരിക്കുന്നത്. അയ്യോ, പെട്ടെന്ന് എനിക്ക് ആ നേരത്തെ എന്ത് വികാരം വന്ന്. ഒന്നാമത് നമുക്ക് സംഭവം മുകളിലൊക്കെ ആണെങ്കിൽ ഈ സാധനത്തിന് പിടിക്കുമ്പോൾ ഒരു അറപ്പും കാര്യങ്ങളല്ലേ. ഇങ്ങനെ കണ്ടോ ഇതിനോട് ഒരു എറിഞ്ഞു കേട്ടോ. അതിന് വാലൊന്നും ഉണ്ടായിരുന്നില്ല. ചത്തോ എന്താന്നുള്ളതൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്തോ ഒരു അറപ്പായിട്ട് ഞാൻ നോക്കിയില്ല. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കണ്ടോ. അപ്പം ഇന്നലെ ഉണ്ടായ സംഭവമായിട്ട് ഇന്നലെ ക്ലാസ്സിലല്ലേ ഇവരെ കാണാനല്ലേ. കുറച്ച് ബാക്കിൽ ചെന്നാൽ പിന്നെ ഇവരെ ഹോമിയോ ഗുളിക ഉണ്ട് കേട്ടോ. 2ആളും വീതം വെക്കാനിരിക്കുക. ഇത് നീ എടുത്തോ അത് നീ എടുത്തോ എന്നുണ്ട്. ഹോമിയോ കാരണം കഴിച്ചാൽ വലിയ പ്രശ്നമില്ല എന്നൊക്കെ. വേറെ വല്ല ഗുളികയൊക്കെ ആണെങ്കിൽ എന്താവും. ഇതിൻ്റെ ഇടയിൽ ഈ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. എൻ്റെ പിള്ളേർത്തോടെ ഉണ്ട് ഞായറാഴ്ചന് ക്ലാസ്സിലില്ലോ. അപ്പോൾ അവർ എന്താ പറയുക, ഡോറടയ്ക്കുന്നതും ഒച്ചയും ബഹളമൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടതാട്ടോ. ഒരു കുട്ടി എന്താ പറയുക വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് സോപ്പ്. ഇത് ലിപ് ബാമാണ് കേട്ടോ, ബീട്രൂട്ടിൻ്റെ ലിപ് ബാം, അതുപോലെ ഷാമ്പൂ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വീട്ടിലുണ്ടാക്കണതാണ് കേട്ടോ കുട്ടി. അപ്പോൾ ഇതൊരു വാടാൻപിള്ളിയിലുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഒന്ന് മേടിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് പോയതാട്ടോ. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട് സോപ്പ്. ഇതാണ് നാൽപ്പാമരാതിയുടെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതാണോ പൊട്ടയാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഉപയോഗിച്ച് ഒരെണ്ണം നോക്കട്ടെ എന്ന് വെച്ചിട്ട് ഒരെണ്ണം വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ഇതൊക്കെ ഷാമ്പൂ, അതുപോലെ പപ്പായയുടെ ഓയിൽ, ക്യാരറ്റിൻ്റെ, അങ്ങനത്തെ ഒക്കെ വീട്ടിൽ നാച്ചുറലായിട്ടുള്ളതില്ലേ അങ്ങനത്തെ കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എന്തായാലും വാങ്ങി നോക്കാം. അപ്പോൾ അങ്ങനത്തെ അലോവേര ജെല്ല കേട്ടോ. പിന്നെ ചെമ്പരത്തിയുടെ ഷാമ്പൂ ഉണ്ട്. പിന്നെ എന്താ പറയുക സബോളയും അല്ല ഉള്ളിയോ സബോള അങ്ങനെ എന്തോ വെച്ചിട്ടൊരു ഷാമ്പൂ ഉണ്ട്. 2-3 ഐറ്റം അങ്ങോട്ട് ഉണ്ടായിരുന്നത്.
അങ്ങനെ വെച്ചിട്ടൊരു ഷാമ്പു ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിയുടെ ഒരു ഷാമ്പു വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു സോപ്പും വാങ്ങിട്ടോ. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ പിന്നെ പിള്ളേഴ്സിന് വിശപ്പും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അപ്പോഴേക്കും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല എന്തെങ്കിലും വാങ്ങാൻ പൈസ അയച്ച് തരണം എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയ്ക്ക് ഇന്നലത്തെ ഒരു വിശേഷങ്ങളുള്ളൂ. ഇത് വൈകിട്ടാട്ടോ, വൈകിട്ട് ഒന്ന് ചായക്കടയിൽ കയറി എന്താ പറയുക പഴംപൊരിയും ഉഴുന്നോട് അങ്ങനത്തെ 1-2 ഐറ്റംസൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിൽ പോന്നു. അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.